ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചീസ് ആണ്. വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ 2 സൈസുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വലിയ സ്റ്റിച്ചിങ്ങോ കാര്യമോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് കൈകൊണ്ടുള്ള സൂചി നൂല് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്ക്രഞ്ചീസ് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ മറ്റ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 17 സെൻറ്റിമീറ്റർ നീളവും ഒരു 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒന്ന് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു 3 സെൻറ്റിമീറ്റർ വീതി എടുത്തിട്ടുള്ള മറ്റൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി അത് നമ്മൾ അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. അതായത് ചീത്ത വശം പുറമേ വരുന്ന രീതിയിൽ 2 സൈഡും ഒപ്പത്തിനൊപ്പം ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് കൂടി ഒരൊറ്റ സ്റ്റിച്ച് കേട്ടോ. അതോടുകൂടി ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് പെട്ടെന്നൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അധികം സമയമൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ആ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താക്കണമെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് മറിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഇങ്ങനെ കടത്തി വെച്ചിട്ടാണ് അതൊന്ന് മറിച്ചിടുന്നത് കേട്ടോ. ആ ഒരു സേഫ്റ്റി പിൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് മറിച്ചെടുത്ത് ഇടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം അത് നടുഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒരു പീസ് എലാസ്റ്റിക് കടത്തി വിട്ടതിന് ശേഷം അവിടെ ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരം സ്ക്രഞ്ചീസാണ്. അപ്പോൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതുപോലെ കട്ട് പീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കട്ട് പീസിൽ നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുള്ള എലാസ്റ്റിക് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 17 സെൻറ്റിമീറ്ററാണ് നീളം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയാണ് ഒരു 8 സെൻറ്റിമീറ്ററാണ് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. പക്ഷേ അത് വലിയവർക്കാണെങ്കിൽ 8 പോരാ കേട്ടോ, ഒരു 10 വേണം, 10 കൂടുതലെങ്കിലും വേണം. കാരണം നമ്മൾ 2 മടക്കാക്കി ഇടുമ്പോൾ കുറച്ചധികം മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈറ്റായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഒരു പകുതി, നല്ലോണം മുടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ പകുതിയിൽ കുറച്ചധികം എടുക്കുക എലാസ്റ്റിക് എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു തടിച്ച എലാസ്റ്റിക് ഉണ്ട്, അതുപോലെ കുറച്ച് തിന്നായിട്ടുള്ളതും ഉണ്ടല്ലേ. ഞാനിപ്പോൾ തിന്നായിട്ടുള്ള ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു എലാസ്റ്റിക് എടുത്തത്. ഒരു തിന്നായിട്ടുള്ള എലാസ്റ്റിക് ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വലിഞ്ഞ് കിട്ടും. ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും ഒപ്പത്തിനൊപ്പം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം എലാസ്റ്റിക് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കെട്ടിട്ട ഭാഗമൊക്കെ ഉൾഭാഗത്ത് പോകുന്ന രീതിയിൽ അതൊന്ന് നേരെയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം അടിഭാഗത്ത് വരുന്ന രീതിയിൽ വേണം വെക്കാൻ കേട്ടോ. ഇനി അതിൻ്റെ ആ 2 സൈഡും ഒന്നിൻ്റെ ഉള്ളിലേക്ക് മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് കടത്തി വെച്ച് അതിൻ്റെ അരികിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്താൽ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര പണിയേ ഉള്ളൂ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന വേറെയും പല രീതികളുണ്ട്. ആ രീതിയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ സൈസ് ഒന്നും കൂടി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ മോൾക്കുള്ള സ്ക്രഞ്ചീസ് ആയതുകൊണ്ടാണ് ചെറിയ എലാസ്റ്റിക് വെച്ച് ചെയ്തത്. വലിയവർക്കാണെങ്കിൽ കുറച്ചധികം എലാസ്റ്റിക് എടുക്കേണ്ടി വരും. അത് നമുക്ക് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, എത്ര എലാസ്റ്റിക് ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഒറ്റ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കേട്ടോ. ഇതിന് മോൾക്ക് ഇട്ട് കാണിച്ചു തരാം. ആ വലിയത് 2 മടക്കായിട്ട് ഇത് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീതി നമുക്ക് കുറച്ചധികം വേണം, ഇങ്ങനെ വിടർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ എടുക്കുക. അല്ല ചെറിയ സൈസിൽ നമുക്ക് അത്ര മതി എന്നുണ്ടെങ്കിൽ ഒരു 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ എടുത്താൽ മതി കേട്ടോ. ഞാൻ അതുകൊണ്ട് 2 സൈസും ആക്കിയിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് 2 എടുത്തത്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബായ്.